നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് പലയിടത്തും മഴ പെയ്തു. അതിന് തലേ ദിവസം കൊച്ചിയിൽ പലയിടത്തും മഴ പെയ്തു. മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും നേരിയ തോതിൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ എന്തായാലും എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. അതായത് നേരിയ തരത്തിൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിൽ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 22-ാം തീയതി വരെ, അതായത് നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല കാലവർഷം കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. നേരത്തെ അറിഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണ തോതിലായിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ രാജ്യത്താകെ കാലവർഷം സാധാരണയിലും കുറയാൻ സാധ്യതയുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തെ പറ്റിയുള്ള ആദ്യ പ്രവചനങ്ങൾ വരുമ്പോൾ അത് ഇത്തവണ സാധാരണ നിലയിലായിരിക്കുമെങ്കിൽ പോലും രാജ്യമൊട്ടാകെ അതൊരു കുറഞ്ഞ തോതിലായിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ. കാലവർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എൽ നിനോ പ്രതിഭാസം ഉണ്ടാകും. സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകുന്ന പ്രതിഭാസമാണ് എൽ നിനോ. അതിതീക്ഷ്ണമായ സൂപ്പർ എൽ നിനോ ആകാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര ഏജൻസികൾ പ്രവചിക്കുകയാണ്. കാലവർഷം ദുർബലമാകാൻ, പ്രത്യേകിച്ച് 2-ാം ഘട്ടത്തിൽ ഇത് കാരണമാകും. 2-ാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ കുഴപ്പമുണ്ടാകില്ല, പക്ഷെ 2-ാം ഘട്ടമാകുമ്പോഴേക്കും കാലവർഷം ദുർബലമാകും. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം ഡൈപോൾ പോസിറ്റീവ് ആകാനാണ് സാധ്യത. അതായത് പടിഞ്ഞാറ് ചൂട് കൂടുതലും കിഴക്ക് ചൂട് കുറവുമായിരിക്കും. കാലവർഷത്തിൻ്റെ തുടക്കത്തെ ഇത് അനുകൂലമായി തന്നെ സ്വാധീനിക്കുമെന്നാണ് പ്രവചനങ്ങൾ. ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന സൂചന ആണ് മറ്റ് ചില കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് രാജ്യത്തെ തന്നെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയില്ലെന്നാണ് സ്കൈമെറ്റ് അടക്കമുള്ള സ്വകാര്യ പ്രവചന കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളും പതിവ് പോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങും. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട് എൽ നിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കാമെന്ന് IMD മേധാവി ഡോക്ടർ M മഹാപാത്ര വ്യക്തമാക്കി. ഇത് മഴയുടെ ശക്തിയുടെ തോത് കുറയ്ക്കും. പക്ഷേ ബംഗാൾ ഉൾക്കടലിലെ, അറബിക്കടലിലെ സമുദ്ര താപനില മാറി മറിയുന്നത് കാരണം ഉണ്ടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സമുദ്ര താപന ദ്വന്ദ് പ്രതിഭാസം നീരാവി പകർന്ന് ഇന്ത്യൻ മൺസൂണിന്റെ രക്ഷയ്ക്കെത്തുമെന്ന നേരിയ പ്രതീക്ഷ കാലാവസ്ഥാ കേന്ദ്രം തള്ളിയിട്ടില്ല. മാസത്തിൽ ഒരിക്കൽ എത്തുന്ന ആഗോള മഴപ്പാത്തി അനുകൂലമായാലും മഴ കോരിച്ചൊരിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മഴയുടെ കാലവർഷം കാത്തിരിക്കുകയാണ് നമ്മൾ. മഴ ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെയാണ് ചൂട്. അതിനേക്കാൾ ഏറെ എന്ന് പറയാൻ നമുക്കിപ്പോൾ ചൂടൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന താപനില മുന്നറിയിപ്പൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ഞ അലേർട്ടായിരുന്നു. 24-ാം തീയതി വരെ ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ, സാധാരണയേക്കാൾ 3 മുതൽ 4% വരെ ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെ 24-ാം തീയതി വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS, ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം.
പാലിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ഫയർ ഓഡിറ്റ് നടത്തേണ്ടത് കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ചൂട് ഇത്തരത്തിൽ അധികരിക്കുന്ന ഈ സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകണം. അതുപോലെ ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം അവർക്ക് നൽകേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയത്ത്, അതായത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കുടകൾ ഉപയോഗിക്കുക. നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയാൻ സഹായിക്കണം. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം. യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത്. വെള്ളം കയ്യിൽ കരുതുക. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണം. ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം. ഉച്ചവേളയിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് ജലലഭ്യത ഉറപ്പാക്കണം. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തിപ്പോകാൻ പാടില്ല. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം. കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക. കാലാവസ്ഥാ വകുപ്പിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു വശത്ത് ചൂടുണ്ട്, ഒരു വശത്ത് മഴയുണ്ട്. അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ കാലാവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോക്കുന്നത്. എങ്കിലും ചൂട് തന്നെയാണ് കൂടി നിൽക്കുന്നത്. ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് വളരെ സുരക്ഷിതരായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലർക്കും സൂര്യതാപം ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ചർമ്മത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.